ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഏതോ ജന്മകൽപ്പനയിൽ എന്തായിരുന്നു എപ്പിസോഡെന്ന് എല്ലാവർക്കും അറിയണ്ടേ. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ആ ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പം മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നതെന്ന് വെച്ചാൽ അശ്വിൻ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുവാണ്. അപ്പം മനോരമ ആൻറ്റി ഇങ്ങനെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി പെട്ടെന്ന് അശ്വിനെ കാണും. അപ്പോൾ അത് പെട്ടെന്നത് അശ്വിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് അശ്വിനോട് പറയും അത് എടുക്കാൻ ഇങ്ങനെ ആക്ഷൻ കാണിക്കും. അപ്പം അശ്വിൻ വിചാരിക്കും ഇതെന്ത് പറ്റി, ആൻറ്റിക്ക് എന്ത് പറ്റി. അന്നേരം എടുത്തിട്ട് പറയും ആൻറ്റി ഇവിടെ ഇല്ല, ആൻറ്റി പുറത്തോട്ട് പോയി കാണും, ഫോൺ ഇവിടെ വെച്ചിട്ട് ആൻറ്റി വരുമ്പോൾ വിളിച്ചോളെന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെക്കും. എന്നിട്ട് മനോരമ ചോദിക്കാൻ വരുമ്പോഴേക്കും മനോരമ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കും. അപ്പം അവിടുത്തെ കാര്യസ്ഥനെ വിളിക്കും. അശ്വിൻ അവിടുത്തെ കാര്യസ്ഥനെ വിളിക്കും. പക്ഷേ അവിടെ കാര്യസ്ഥൻ വരത്തില്ല, 2-3 പ്രാവശ്യം വിളിച്ചിട്ടും വരത്തില്ല. അങ്ങനെ അശ്വിനാണ് പോയി ഡോർ തുറക്കുന്നത്. ഡോർ തുറക്കുമ്പോൾ മുത്തശ്ശിയായിരിക്കും. മുത്തശ്ശി ഇങ്ങനെ എന്തായിരുന്നു അമ്പലത്തിലെ പ്രസാദമൊക്കെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് കയറി വരുവാണ് ചെയ്യുന്നത്. അപ്പം അശ്വിൻ ഇങ്ങനെ ചോദിക്കും എന്താ മുത്തശ്ശി എവിടെ പോയതാ, മുത്തശ്ശി എന്താ മിണ്ടാത്തപ്പം മുത്തശ്ശി ഇങ്ങനെ എന്തോ നാം ജപിക്കുന്ന പോലെ എന്തോ ഇങ്ങനെ ആക്ഷൻ കാണിക്കും. അപ്പോൾ അവന് മനസ്സിൽ അമ്പലത്തിൽ പോയതാണ്. അന്നേരം അവൻ പറയും അമ്പലത്തിൽ പോയതാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെ ഇത് കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അശ്വിന് അവിടെ എല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ട് കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കൊടുക്കാനും തരാനും എല്ലാം ആക്ഷനാണ് കാണിക്കുന്നത്. അവിടെ അവർ ഒരു സൗണ്ടും ഉണ്ടാക്കുന്നില്ല. പെട്ടെന്ന് അശ്വിൻ വന്നൊരു കസാര നീക്കുമ്പോൾ ഒരു സൗണ്ട് വരും. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും കൂടെ ചെവി പൊത്തിയിട്ട് ഭയങ്കര ഇറിറ്റേഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അത് കഴിഞ്ഞ് സ്പൂൺ താഴെ വീഴും. അത് കഴിഞ്ഞ് പാത്രം എടുക്കും. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെവി പൊത്തി ഇറിറ്റേഷൻ ആവുകയാണ്. അപ്പം അശ്വിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അശ്വിൻ ചോദിക്കും നിങ്ങൾ എന്തുവാ കാണിക്കുന്നത്, എല്ലാവരും എന്തിനാ ഈ ആക്ഷൻ കാണിക്കുന്നത്, എന്താ ഇവിടെ പ്രശ്നം, എന്താ എല്ലാവരും മിണ്ടാതിരിക്കുന്നതെന്ന് പറയും. അപ്പം എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ ഓരോ ആക്ഷൻസൊക്കെ ഇങ്ങനെ കാണിക്കുവാണ്. അന്നേരമാണ് അശ്വിന് പായസം എടുക്കുന്നത്. പായസത്തിൻ്റെ അത് മധുരം കാണും. അപ്പോൾ ശ്രുതി ഭയങ്കരമായിട്ട് ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് എല്ലാവരും ആക്ഷൻ കാണിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. അപ്പം അതിൽ പഞ്ചസാരയാണ് കാരണം. അപ്പോൾ അങ്ങനെ അശ്വിന് മനസ്സിലാകത്തില്ല എന്തുവാന്നുള്ളത്. അപ്പം ശ്രുതി ഒരു പേപ്പറിൽ എഴുതി അശ്വിന് കൊടുക്കും. അപ്പം അശ്വിൻ അത് വായിച്ചിട്ട് വരും, പായസത്തിൽ പഞ്ചസാര ഉണ്ട്, അത് കഴിക്കരുതെന്ന്. അപ്പോൾ പറയും എന്നാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞാൽ പോരെ, നിങ്ങൾ എന്തിനാ ഈ ആക്ഷൻ കാണിക്കുന്നത്, ഇത്രയും ഇഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് അശ്വിൻ ദേഷ്യപ്പെട്ട് ചോദിക്കും. പിന്നെ എല്ലാവരും എന്താണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ അവരോട് ഇങ്ങനെ ചോദിക്കും. പക്ഷേ ആരും മിണ്ടത്തില്ല. എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ട്, ആകാശം മോഹൻ ഉൾപ്പെടെ എല്ലാവരും സൈലൻ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം ചോദിക്കും അഞ്ജലി ചേച്ചി എന്തേന്ന് ചോദിക്കും. സോറി അതല്ല, അതിന് മുന്നേ എനിക്കാണെങ്കിൽ എന്തോ ഒന്ന് പറയുമ്പം ചോദിക്കും എന്താ എനിക്ക് ഇതെന്താ ഇവിടെ നടക്കുന്നത് നോക്കും. എനിക്ക് പറയാൻ വരുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി ചവിട്ടുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവനിങ്ങനെ ചുമ വരും. അപ്പോൾ അങ്ങനെ ശ്രുതി പെട്ടെന്ന് അടുക്കളോട്ട് വെള്ളം എടുക്കാൻ പോകും. അപ്പോൾ അതിൻ്റെ പുറമെ ദേഷ്യപ്പെട്ട് അശ്വിനും എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അശ്വിൻ പുറകിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ശ്രുതിയുടെ പുറകിന്. അപ്പോൾ അവിടെ ചെന്നിട്ട് രാമേട്ടാന്ന് വിളിച്ചിട്ട് വന്ന് എനിക്ക് ഈ വെള്ളം കൊണ്ട് കൊടുക്കുക. എന്നിട്ട് അവളെ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം നിൻ്റെ നാടകമാണ്, നീ പ്ലാൻ ചെയ്യുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെന്തിനാണെന്നൊക്കെ. അങ്ങനെ അവളെ വഴക്ക് പറഞ്ഞ് പറയും നിങ്ങൾക്ക് ഇതുപോലെ അറിയേണ്ട ആവശ്യമുണ്ടോ, സംഗീതമൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ, നിങ്ങൾ നിങ്ങൾ കാരണം എല്ലാവരും ഇത് വേണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ എല്ലാവരും അത് കാരണം മിണ്ടാതിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് സൈലൻസ് അല്ലേ ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും നിൽക്കുകയാണ്, അല്ലാതെ ഇത് എൻ്റെ പ്ലാനിങ് കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡൈനിങ് ടേബിളിൽ വീണ്ടും പോയിട്ട് അഞ്ജലിയുടെ കാര്യം തിരക്കുന്നത്. അപ്പം അഞ്ജലി എവിടാ, അന്നേരം ആരോ മുത്തശ്ശി എന്തോ അവർ ആക്ഷൻ കാണിക്കും. ഇങ്ങനെ ചോറ് കഴിച്ചിട്ടില്ല, അവിടെ ഭയങ്കര എനിക്കാണെന്ന് തോന്നുന്നു ഇങ്ങനെ കരഞ്ഞിങ്ങനെ കാണിക്കും. അന്നേരം പെട്ടെന്ന് അവന് ദേഷ്യം വരും. അപ്പോൾ അങ്ങനെ അവന് ഫുഡ് എടുത്തുകൊണ്ട് മേളിലോട്ട് പോകും. അപ്പോൾ അത് കാണുമ്പം ശ്രുതി പറയും അയ്യോ മാഡം അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ, ഞാനൊന്ന് വിളിച്ച് പറയട്ടെ. അപ്പോൾ അവിടെ ആ ഒരു ടൈമിൽ എല്ലാവരും അവിടെ ചിരിക്കുവാണ്. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു വരും അഞ്ജലി മാഡം അതേ അശ്വിൻ സാർ ഫുഡും കൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വെട്ടി. എന്നിട്ട് എല്ലാവരും കൂടെ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലായി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമെന്ന്. അങ്ങനെ അശ്വിൻ മേളിലോട്ട് പോയി. അപ്പോൾ അഞ്ജലി അവിടെ എന്താ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പ്ലേറ്റൊക്കെ മാറ്റി വെക്കുക അശ്വിൻ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അശ്വിൻ അവിടെ കയറുമ്പോൾ തന്നെ മനസ്സിലാകും അഞ്ജലി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേച്ചി എന്ത് പറ്റി, എന്താ എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, ഇങ്ങനെ ബഹളമൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, സംഗീത് നടത്താം പക്ഷേ ഇങ്ങനെ ബഹളമൊന്നും വേണ്ട, അത് എനിക്ക് ഇഷ്ടമല്ല, സാധാരണ കല്യാണം നടക്കുന്ന പോലെ അങ്ങ് നടന്നാൽ മതി. അതിന് പറഞ്ഞ് നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഇത് ഇവിടുത്തെ ഇത്ര നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു കല്യാണമല്ലേ, അപ്പോൾ നമ്മളതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതൊക്കെ ഇവിടെ ഉള്ളവർക്കും വിഷമം പോട്ടെ, ഇവിടെ ഉള്ളവരുടെ വിഷമം പോട്ടെ. പ്രീതി മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്നത്, അപ്പം അവർക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ അത് എത്രത്തോളം സങ്കടമായിരിക്കും. ശ്രുതിക്ക് ഇത് പറഞ്ഞപ്പോൾ തന്നെ ആ കുട്ടിക്ക് എന്തൊരു സങ്കടമായി. അങ്ങനെ വിഷമവും കാര്യങ്ങളും അഞ്ജലി പറയുമ്പം അവസാനം അശ്വിന് ഓക്കെ പറയുവാണ്. അപ്പോഴാണ് ആ ശ്രുതി കയറി വന്ന് മുത്തശ്ശി വിളിക്കുന്നത് പറഞ്ഞാൽ അഞ്ജലിയെ മുത്തശ്ശി വിളിക്കുന്നത്. കാരണം അവിടെ രണ്ടാമത് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശി വിളിക്കുന്നു പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകാനായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലേക്കും മുത്തശ്ശിയും മനോരമയും എനിക്ക് അവിടെ വന്ന് ബാക്കിൽ ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് കേൾക്കും ഇവരെന്താ പറയുന്നതെന്നുള്ളത്. പെട്ടെന്ന് അത് അശ്വിന് മനസ്സിലാവും. അപ്പം അശ്വിൻ പറയും, നിങ്ങളുടെ ഈ ഡ്രാമയും കാര്യം പ്ലാനിങ്ങും എല്ലാം നിർത്തിക്കും, എൻ്റെ ഡിസിഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട്. പെട്ടെന്ന് മുത്തശ്ശി ചോദിക്കും, എന്താ അഞ്ജലി എന്ന് ചോദിക്കും. അപ്പോൾ അഞ്ജലി പറയും, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, സംഗീതം നടത്താം, നമുക്ക് സംഗീതം നടത്താം. അപ്പോൾ അവിടെ എല്ലാവരും പറയാം, ശരി, അന്ന് നമുക്ക് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം ചെയ്യാം, ഇപ്പം കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ അവൻ സമ്മതിച്ചു എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പം ശ്രുതിയും എനിക്ക് മാത്രം അവിടെ നിൽക്കും. അവസാനം നമ്മുടെ അശ്വിൻ ഇങ്ങനെ ദേഷ്യത്തോട് നോക്കുമ്പോൾ നൈസായിട്ട് ശ്രുതിയും നമ്മുടെ എനിക്കും കൂടെ അവിടെ നിന്ന് സ്കൂട്ടായിട്ട് പുറത്തോട്ട് വന്ന് നിന്നിട്ട് നമ്മുടെ പ്ലാനിങ് എല്ലാം സക്സസ് ആയി, നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നു, അങ്ങനെയുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ രണ്ടുപേരും കൂടെ വഴക്ക് പറയാനായിട്ട് വരുമ്പോഴേക്കും എനിക്ക് അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. എന്നിട്ട് ശ്രുതിയോട് പറയും, നീ ഒരു മത്സരമല്ലേ ഉദ്ദേശിക്കുന്നത്, പെണ്ണ് വീട്ടുകാരും ചെറുക്കൻ വീട്ടുകാരും, അപ്പോൾ ആരാ ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ദേഷ്യപ്പെട്ട് അശ്വിനെ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് താഴെ എല്ലാവരും കൂടെ ഗ്യാദർ ആവും. നമ്മുടെ അഞ്ജലിയും മുത്തശ്ശിയും മോഹനും നമ്മുടെ മനോരമയും ആകാശും എല്ലാവരും, എനിക്കും എല്ലാവരും, ശ്രുതിയും വരും. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നമുക്കിനി പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം തുടങ്ങാമല്ലോ എന്ന് അവരിങ്ങനെ പറയുകയാണ്. എന്നിട്ട് എനിക്ക് പറയും, ശ്രുതി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഇതെല്ലാം നടന്നത്, അല്ലെങ്കിൽ അശ്വിൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം ശ്രുതിക്കാണ് പോകുന്നത്. അപ്പോൾ അഞ്ജലിയും പറയും, അതെ അതെ ശ്രുതിക്ക് അത് തന്നെയാണ് പോകുന്നത്. മോഹൻ പറയും, ഞാനൊട്ടും വിചാരിച്ചില്ല ഇത് കുറച്ചുകൂടെ വഷളാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ശ്രുതി അതെല്ലാം സെറ്റാക്കി. അങ്ങനെ ശ്രുതി എല്ലാവരും ഓരോന്നും പുകഴ്ത്തി പറയുകയാണ് ചെയ്യുന്നത്. ആ ഒരു ടൈമിലേക്കാണ് ശ്യാം കയറി വരുന്നത്. എന്നിട്ട് ശ്യാമിനോട് പറയും, മുത്തശ്ശി പറയും, കുഞ്ഞിനെ എല്ലാത്തിനും സമ്മതിച്ചിട്ടുണ്ട്, സംഗീതം നടത്താനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല, എല്ലാം ശ്രുതിയാണ് ചെയ്തത്. അപ്പം നമ്മുടെ ശ്യാം പറയും, അഞ്ജലി എല്ലാം എന്നോട് വിവരങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു, എനിക്കതെല്ലാം അറിയാം, എല്ലാവർക്കും അതിന് താങ്ക്സ് എന്ന്. അന്നേരം മുത്തശ്ശി പറയും, ഞങ്ങൾക്കല്ല താങ്ക്സ് പറയേണ്ടത്, ശ്രുതിയാണ് എല്ലാം ചെയ്തത്. അങ്ങനെ ശ്രുതി അവിടെ ഇങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും സന്തോഷമായിരിക്കും. നമുക്ക് എപ്പിസോഡ് അവിടെ തീരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു രാവിലത്തെ എപ്പിസോഡ് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.